ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഓട്ടോവിറ്റി ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2021 മോഡൽ Brezza Lxi മോഡൽ കാറിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ച് ഇൻസ്റ്റാളേഷനാണ്. ബേസ് മോഡൽ ആയതിനാൽ ഇതിന് സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചുകൾ കമ്പനി നൽകിയിട്ടില്ല. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള VXi മോഡലിൽ ഓഡിയോ കൺട്രോൾ സ്വിച്ചുകൾ മാത്രമേ കമ്പനി നൽകിയിട്ടുള്ളൂ. എന്നാൽ നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് കോൾ ഫംഗ്ഷനോട് കൂടിയുള്ള ഒരു സ്വിച്ചാണ്. കോൾ ഫംഗ്ഷൻ സ്വിച്ചും കൂടെ വാഹനത്തിലുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ മൊബൈലിലേക്കോ സ്ക്രീനിലേക്കോ ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വിച്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമുക്ക് കുറച്ചുകൂടി സേഫ്റ്റി ആയിരിക്കും. നമ്മൾ വാഹനത്തിൽ നിന്നും സ്റ്റിയറിംഗ് ഊരിയെടുത്തിട്ട് ആ സ്റ്റിയറിങ്ങിൻ്റെ ബാക്കിലത്തെ കവർ കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ കോൾ ഫംഗ്ഷൻ സ്വിച്ച് അതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. അത് കറക്റ്റായ രീതിയിൽ കട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കമ്പനിയുടെ അതേ പെർഫെക്ഷനോടുകൂടി തന്നെ നമുക്കത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളത് പെർഫെക്ഷനായിട്ട് തന്നെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തു. നിങ്ങൾക്കിത് കാണാം. ഇതാണ് ബേസ് മോഡൽ വരുന്ന സ്പൈറൽ കേബിൾ. നമ്മളത് ചേഞ്ച് ചെയ്ത് വേറെ കേബിൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റിയറിംഗ് വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം ചെക്ക് ചെയ്ത് നോക്കി. ഈ ഇൻസ്റ്റാളേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം മാരുതിയുടെ ഒറിജിനൽ പാർട്സുകൾ തന്നെയാണ്. വയർ കട്ടിങ്ങോ വാറണ്ടി ഇഷ്യൂസോ ഒന്നുമില്ല. ബേസ് മോഡൽ കമ്പനി സെറ്റ് വരുന്നുണ്ട്. ഓൾറെഡി കമ്പനി സെറ്റ് മാറ്റിയതിനു ശേഷമാണ് ഈ പയനിയറിൻ്റെ സെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇത് പയനിയറിൻ്റെ MVH G219BT എന്ന് പറഞ്ഞൊരു മോഡൽ സ്റ്റീരിയോ ആണ്. എല്ലാ സ്വിച്ചുകളിലും ഇലുമിനേഷൻ ലൈറ്റും ഉണ്ട്. ഇത് നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ എല്ലാ ഫങ്ഷൻസും ഈ സെറ്റിലേക്ക് അലൈൻ ചെയ്ത് സെറ്റ് ചെയ്യണം. അതാണ് ചെയ്യാൻ പോകുന്നത്. അലൈൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കണ്ടുവല്ലോ ഇതിൻ്റെ സ്റ്റിയറിംഗിലെ ഫങ്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, എല്ലാ സെറ്റിലും ഈ സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചുകൾ കറക്റ്റായിട്ട് ലേൺ ആകണമെന്നില്ല. ചിലതിന് വിത്ത് അഡാപ്റ്റർ വേണ്ടി വരും, ചിലതിന് ഇത് ഈ സെറ്റിൻ്റെ അകത്ത് ഫങ്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ സെറ്റ് വാങ്ങിക്കുക. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എയർ ബാഗ് റീഫിറ്റ് ചെയ്യാം. അത് കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്യുക. നമ്മൾ ഏതൊരു വാഹനത്തിൻ്റെ എയർ ബാഗ് റിമൂവ് ചെയ്താലും അത് റീഫിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വർക്കിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും എററുണ്ടോ ഇല്ലയോ എന്ന് ഒരു സ്കാനർ വെച്ച് ഉറപ്പ് വരുത്തണം. കാരണം ഇത് ഒരു സേഫ്റ്റിയുടെ മെയിനായിട്ട് വരുന്ന ഒരു ഭാഗമാണ് എയർ ബാഗ്. അതിനാൽ നമ്മളത് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യണം. ഈ വാഹനത്തിൻ്റെ എററെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. എല്ലാ ഭാഗങ്ങളും കറക്റ്റാണ്. നമുക്കതിൻ്റെ 2 ടിക്ക് അവിടെ കാണാം, ഗ്രീൻ ടിക്ക്. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കമ്പനി വന്നിരിക്കുന്ന അതേ ഒരു പെർഫെക്ഷനോടുകൂടി തന്നെയാണ് നമ്മൾ ഈ സ്റ്റിയറിംഗ് വീലിൽ സ്വിച്ചുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സ്വിച്ചിന് പകരം ആദ്യ വീഡിയോ ഉണ്ടായിരുന്നത്. ഇത് മാറ്റിയതിന് ശേഷമാണ് ഈ സ്വിച്ച് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത്. പുറത്തുനിന്ന് നോക്കുന്ന ഏതൊരാൾക്കും കമ്പനി ഫിറ്റിംഗ് മാത്രമായിട്ടേ തോന്നുള്ളൂ. ഒറിജിനൽ മാരുതിയുടെ പാർട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതേപോലെ മാരുതിയുടെ എല്ലാ ബേസ് മോഡൽ കാറുകളും ഒറിജിനൽ ജെനുവിൻ പാർട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പ് മോഡലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. അതേപോലെ ഫേസ് ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതേപോലെ നിങ്ങളുടെ വാഹനവും അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് കളമശ്ശേരി മുട്ടം തൈക്കാവ് ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ്. പില്ലർ നമ്പർ 196 ആണ്. ബുക്കിംഗ് അനുസരിച്ചാണ് നമ്മളിവിടെ വർക്കുകൾ ചെയ്തു നൽകുന്നത്. തീർച്ചയായും നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.